നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതുമയാർന്ന എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 5 വർഷക്കാലമായി ആർക്കിടെക്ചറൽ കൺസൾട്ടിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പ്രോജക്റ്റുകൾ ചെയ്ത കോൺസെപ്റ്റോ ഡിസൈനിങ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ അബ്ദുള്ള വാസിഫാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. താങ്ക് യു. എങ്ങനെയാണ് കോൺസെപ്റ്റോ ഡിസൈനിങ് കമ്പനി എന്ന ഒരാശയമുണ്ടായത്? ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? 2011 നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു 6 മാസക്കാലത്തോളം ഒരു ഫ്രീലാൻസ് വർക്കിംഗ് ആയിരുന്നു. ഒരു സ്വന്തമായിട്ടൊരു ഓഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഒരു ഫ്രീലാൻസ് വർക്കിംഗ് ആയിരുന്നു. ആ സമയത്ത് ചെയ്ത 1-2 പ്രൊജക്റ്റ് ശ്രദ്ധിക്കപ്പെട്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ അധികം എൻക്വയറീസ് വരുന്നതും പിന്നീട് നമുക്കൊരു ഓഫീസ് വേണം എന്നുള്ളൊരു ആശയം തോന്നുന്നത്. അങ്ങനെ ഓഫീസ് വേണം എന്നുള്ളൊരു ആശയം തോന്നുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ പോകുന്നത് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു പേര് ഇതിന് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ കൺസെപ്റ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ ഇറ്റാലിയൻ നാമമാണ് കോൺസെപ്റ്റോ. അങ്ങനെ കോൺസെപ്റ്റോ ഡിസൈൻ കമ്പനി എന്നുള്ളൊരു പേര് നൽകുകയും അത് പെട്ടെന്ന് ക്യാച്ചിങ് ആവുകയും നമുക്കൊരു കമ്പനിക്കൊരു നല്ലൊരു മൈലേജ് തരുന്നൊരു പേരായിട്ടത് മാറുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പേര് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം തുടക്കകാലത്തൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് എന്താണ് ഈ പേരിൻ്റെ മീനിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം പേര് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. പ്രധാനമായും കോൺസെപ്റ്റോ ചെയ്യുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പ്രേക്ഷകരോട് വിവരിക്കാം. കോൺസെപ്റ്റോ ശരിക്കും ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻസിയാണ്. അതായത് ഇപ്പോൾ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ അതിന് വേണ്ട കംപ്ലീറ്റ് ഡ്രോയിങ്സ് അതിൻ്റെ എല്ലാ ഡീറ്റെയിലോടും കൂടി നമ്മൾ ക്ലയൻസിന് നൽകുകയും അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിൽ അതിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജ് വരെ അവരെ കൂടെ നിൽക്കുകയും നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ 100% പെർഫെക്റ്റോട് കൂടി അത് എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ശരിക്കും കോൺസെപ്റ്റോ ഡിസൈൻ കമ്പനി. കോൺസെപ്റ്റോ ഡിസൈനിങ് കമ്പനി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒന്ന് വിശദമായി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോൺസെപ്റ്റോയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് ക്ലയൻറ്റിനെ 100% സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രൊജക്ട്സ് നമ്മുടെ കയ്യിൽ വന്നാലും നമ്മൾ ആദ്യം ചെയ്യുന്നത് ശരിക്കൊരു ഇൻ്റർവ്യൂ എന്ന് തന്നെ പറയാം. ക്ലയൻറ്റിനായിട്ടൊരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്തെല്ലാം ഡാറ്റാസ് നമുക്ക് ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമോ അതെല്ലാം നമ്മൾ മാക്സിമം കളക്ട് ചെയ്യും. അപ്പോൾ എത്രത്തോളം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കിട്ടുന്നു അത്രത്തോളം നമുക്ക് കറക്ഷൻസ് കുറയും. നമ്മൾ ശരിക്കും അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ടേസ്റ്റ് അത്രയും അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. അവരുടെ ടേസ്റ്റുകൾ അവർ പറയും. ചില ക്ലയൻസ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട റെഫറൻസ് ഇമേജസൊക്കെ തരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 90% പ്രൊജക്റ്റും നമ്മളൊരു ഫസ്റ്റ് ടൈമിൽ തന്നെ ഓക്കെ ആയിട്ടുള്ള പ്രൊജക്ട്സാണ്. വളരെ ഒരു 10% പ്രൊജക്ട്സിലെ പലപ്പോഴും കറക്ഷൻസ് വന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങനൊരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് ഇപ്പോഴുള്ള ട്രെൻഡിൻ്റെ പുറകെ കോൺസെപ്റ്റോ സഞ്ചരിക്കാറുണ്ടോ, അതോ കോൺസെപ്റ്റോയുടെ ട്രെൻഡുകൾ കൊണ്ടുവരികയാണോ പതിവ്? കോൺസെപ്റ്റോയിലെ ഏറ്റവും പ്രത്യേകത എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ 5 വർഷത്തിനിടയിൽ ഒരിക്കൽ ചെയ്തിട്ടുള്ള ഡിസൈൻ പിന്നീട് എവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതായത് ഒരിക്കൽ നമ്മളൊരു ക്ലയൻറ്റിനൊരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺസെപ്റ്റിനെ സംബന്ധിച്ച് അതവിടെ എൻഡായി. പിന്നീട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് മറ്റൊരു സംഭവം ഉണ്ടാക്കുക, അങ്ങനെ ഒരു സംഭവം ഇതുവരെ ചെയ്തിട്ടില്ല. ഓരോ ക്ലയൻസിനും നമ്മൾ പുതിയ ഡിസൈൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ പ്രൊജക്ട്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ പുറത്തുള്ള ഒരാൾ കാണാതെ എന്ത് മിസ്റ്റേക്കാണ് നമുക്കതിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആ മിസ്റ്റേക്ക് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് അടുത്ത പ്രൊജക്റ്റിൽ
അത് നമ്മൾ കറക്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ക്ലയൻസിനും വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഡിസൈനെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺസെപ്റ്റോ ഡിസൈനിങ് കമ്പനിയുടെ സിഗ്നേച്ചർ ഓരോ ക്ലയൻറ്റിനും അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റിനും ഉണ്ട് എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്? തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 5 വർഷം മുമ്പ് നമ്മൾ ചെയ്തൊരു ഡിസൈൻ പാറ്റേൺ അല്ല നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 വർഷമല്ല, ഇപ്പോൾ ലാസ്റ്റ് ഇയർ 2015 നമ്മൾ ഫോളോ ചെയ്ത മെത്തേഡല്ല 2016 ഫോളോ ചെയ്യുന്നത്. കാരണം ഓരോ ഭാഗത്തും നമ്മൾ അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസൈനിലാണെങ്കിലും ഡിസൈൻ ചെയ്യുന്ന പാറ്റേൺസിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന കളർ കോമ്പിനേഷൻസിലാണെങ്കിലും എല്ലാത്തിലും ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ പ്രൊജക്റ്റിനും നമ്മളൊരു പേര് നൽകുന്നുണ്ട്. ഇപ്പോൾ ഓരോ പ്രൊജക്റ്റിൻ്റെ നമ്മളൊരു തീം ബേസ്ഡാണ് ശരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ലയൻറ്റിനുള്ള സംസാരത്തിൽ ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തുക്കളോ അല്ലെങ്കിൽ ഒരു കളറോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം, ഇനി ക്ലയൻറ്റായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ നമുക്ക് കിട്ടാത്ത സംഭവമാണെങ്കിൽ ആ സൈറ്റിൻ്റെ ലൊക്കേഷൻ, അവിടുത്തെ ടോട്ടൽ ലാൻഡ്സ്കേപ്പ്, അതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്പാർക്കിൽ വെച്ചിട്ട് നമ്മളൊരു തീം വർക്കൗട്ട് ചെയ്യും. ആ തീമിലാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ലേറ്റസ്റ്റ് വർക്കെല്ലാം വരുന്നുണ്ട്. അങ്ങനെ തീം ബേസ്ഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വൈഡായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. കോൺസെപ്റ്റോ ഡിസൈൻ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊജക്റ്റുകളാണോ കൂടുതലും, അതോ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സുകളാണോ? കോൺസെപ്റ്റോ ഡിസൈൻ കമ്പനി തുടക്കകാലത്ത് ആക്ച്വലി റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് മാത്രമേ വർക്കൗട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 2.5 വർഷം മുമ്പ് നമ്മൾ കൊമേഴ്ഷ്യൽ മേഖലയിലും കൂടെ ചുവടുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളൊരു 50-50 സ്റ്റേജിലാണ്. നമ്മളെ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ് നമ്മൾക്ക് എത്രത്തോളം റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് ഉണ്ടോ അത്രത്തോളം കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ 2 മേഖലയിലും ഒരുപോലെ പോകുന്നു. പ്രോഗ്രാം കാണുന്നതിൽ ഒരു കൂടുതൽ ഭാഗവും പ്രവാസി മലയാളികളാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഒട്ടനവധി ആൾക്കാർ ഈ സമയത്ത് ഈ പ്രോഗ്രാം നമ്മുടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ഐഡിയാസുമുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് നമുക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ആശയ സംവിധാനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, അവരുമായിട്ടുള്ള ഒരു തുടർന്നുള്ള ഡീലിങ്സ് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ആക്ച്വലി പ്രവാസികളാണ് നമ്മുടെ ഏറ്റവും ലീഡിങ് ക്ലയൻസ്. ഏറ്റവും കൂടുതലുള്ളത് പ്രവാസികൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത്, നമ്മൾ പ്രവാസികൾക്ക് മാത്രമായിട്ടൊരു പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് അവർക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ അവർ ഒരു വർക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു യൂസർ നെയിം പാസ്വേഡ് കിട്ടും. അവർക്ക് അവരുടെ കംപ്ലീറ്റ് ഡാറ്റാസ്, അവരുടെ സൈറ്റിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു, അവിടുത്തെ വർക്ക് സ്റ്റാറ്റസ് എന്താണ്, ലാസ്റ്റ് ടൈം നമ്മുടെ സ്റ്റാഫ് എപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ സ്റ്റാറ്റസ് എന്തായിരുന്നു, ആ സമയത്ത് ഫോട്ടോഗ്രാഫ്സ്, അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ എന്താണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ള റെക്കമെൻഡേഷൻസ് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും അവർക്ക് കാണുന്നൊരു പോർട്ടൽ. ഈ പോർട്ടലിൽ നമ്മൾ ഓരോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഇത് പ്രവാസി ആൾ ഏത് രാജ്യത്താണെങ്കിലും അയാളുടെ മൊബൈലിലോട്ടോ അല്ലെങ്കിൽ ഇമെയിലിലോട്ടോ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ക്വാളിറ്റിയെക്കുറിച്ച് തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റിലേക്ക് എത്തിക്കുന്ന മെറ്റീരിയൽസ്, നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പുവരുത്തുന്നത്? അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ 2 കാര്യം പറയണം. ഒന്ന്, ഫസ്റ്റത്തെ സംഭവം ക്വാളിറ്റിയുടെ കേസ് തന്നെ. ഇപ്പോൾ നമ്മൾ ഓരോ പ്രൊജക്റ്റിനും അത് ആവശ്യപ്പെടുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അതിലെന്തായാലും നമ്മൾ യാതൊരു കോംപ്രമൈസും ചെയ്യാറില്ല. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ എന്തെങ്കിലും സജഷൻസ് വരികയാണെങ്കിൽ നമ്മളതിൻ്റെ ആവശ്യകത ശരിക്കും അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അത് പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. പിന്നെ ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എല്ലാ സമയത്തും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അതേ പ്രൊഡക്റ്റുകളിൽ തന്നെ തുടർന്ന് പോകുന്നൊരു മെത്തേഡല്ല നമ്മളത്. നമ്മളെപ്പോഴും ഇന്നോവേറ്റീവ് ഡിസൈൻസ് കൊടുക്കുന്ന പോലെ തന്നെ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് അന്വേഷിച്ചുള്ള യാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ റീസെൻറ്റ് പീരീഡിൽ തന്നെ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ശരിക്കും യൂസ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും ക്ലയൻറ്റിന് ഒരു ചെറിയൊരു കൺസേൺ ഉണ്ടാവും. കാരണം ഇത് അധികം ആളുകൾ ഉപയോഗിക്കാത്ത സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ക്ലയൻറ്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ച് ഇത് സക്സസ്ഫുൾ ആവുമെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷമാണ് ശരിക്കും നമ്മൾ ക്ലയൻറ്റിനോട് പറയുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കും വേണ്ടി യാത്ര ചെയ്യാൻ ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെയുള്ള ഡിസൈനുകൾ, അപ്പോൾ താങ്കളെപ്പോലൊരു വ്യക്തി ഒരു രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
കാഴ്ചകളെക്കാളപ്പുറം അത് ഒപ്പിയെടുക്കാനാണ് കൂടുതൽ ശ്രമിക്കാറുള്ളത്. അവിടെയുള്ള ഡിസൈനുകൾ നമ്മുടെ നാട്ടിൽ എത്രമാത്രം ഉപകാരപ്പെടും, അതിനെ നമ്മൾ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? അല്ല, അത് ഓരോ രാജ്യങ്ങൾക്കും അവിടുത്തെ കാലാവസ്ഥയും മറ്റ് സംഭവങ്ങളും അനുസരിച്ചാണ് അവരുടെ ഡിസൈൻ വരുന്നത്. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശരിക്ക് നമ്മൾക്കുള്ളൊരു ഒബ്സർവേഷൻ പവറിൽ നമ്മൾ എന്തായാലും നമ്മൾ അറിയാതെ നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ മനസ്സിൽ പതിയും. ഇപ്പോൾ പല സംഭവങ്ങളും നമ്മൾ ശരിക്ക് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് പല സംഭവങ്ങളും നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിനും നാട്ടിലെ മറ്റു ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് അതിന് യോജിക്കുന്ന രീതിയിൽ പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അതിന് യാത്രകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അനുയോജ്യകരമായിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടിയെ സമീപിക്കുന്നതാണോ അതോ സ്വന്തമായി തന്നെ ഉടമസ്ഥൻ വീട് പണിയാൻ ഫണ്ട് ഇറക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? അതിനെക്കുറിച്ചൊന്ന് ഒരു താരതമ്യ പഠനം ഒന്ന് പറയാമോ? എൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു ക്ലയൻ്റ് ആണെങ്കിലും അവർക്ക് ഏറ്റവും ശരിക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ത്രൂ പോവുമായിരിക്കും. കാരണം അത് ശരിക്ക് അവർ ഡയറക്റ്റ്ലി ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. അവർ ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ത്രൂ പോകുമ്പോൾ അവർ ഒരുപാട് കോസ്റ്റുകൾ സേവ് ചെയ്യുന്നുണ്ട്. കാരണം കറക്റ്റ് ഡയറക്ഷൻസാണ് കൊടുക്കുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത ഇപ്പോൾ ചില വർക്കുകളിലൊക്കെ ഒരുപാട് ഡിമോളിഷൻസ് വരാറുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ശരിക്ക് ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി പോകുന്നതാണ് ഏതൊരു ക്ലയൻറ്റിനെ സംബന്ധിച്ചും ഒരു ബെറ്റർ റിസൾട്ടിന് നല്ലത്. നമ്മളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മേജർ പ്രോജക്റ്റുകളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പ്രൊജക്റ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വൈത്തിരിവ് വന്നിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത വീടെന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു കസിൻ്റെ വീടാണ്. എനിക്ക് ഒരുപാട് മൈലേജ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ തന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെയാണ് 3 വർഷം അല്ലെങ്കിൽ 2.5 വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇവേ ഗാലറി എന്ന് പറഞ്ഞൊരു ടൈൽസിൻ്റെ ഷോറൂം. വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീഷൻ സ്റ്റേജിലാണ്. പക്ഷേ എന്നിരുന്നാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ കൂടെ എനിക്ക് ഒരുപാട് മൈലേജ് ഇപ്പോൾ തന്നെ തന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഒരുപാട് ഐഡിയാസും പ്ലാനുകളും താങ്കളുടെ മനസ്സിലുണ്ടാകും. എന്നാലും പ്രേക്ഷകരോടായി അവരുടെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതിൽ നമ്മൾ ഏറ്റവും റീസെൻ്റായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാർക്കായിട്ട് ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 lakhs അല്ലെങ്കിൽ ഒരു 11 lakhsൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 900 square feet ഹൗസ്. അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അത് ഔട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സാധാരണക്കാർക്കായിട്ടുള്ളൊരു സംഭവം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെ സൗകര്യങ്ങൾ വരാൻ സാധിക്കും? അതിനകത്ത് ശരിക്കും വരുന്നത് 3 ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ്, പിന്നെ 2 ബെഡ്റൂമുകൾക്കായിട്ട് കോമൺ ടോയ്ലറ്റ്, ഒരു കിച്ചൺ, ഒരു സിറ്റ് ഔട്ട്, ഒരു ഡൈനിങ് കം ഹാൾ. ഇത്രയും സൗകര്യങ്ങൾ വരുന്നുണ്ട്. 900 square feet വീടാണ്. എവിടെയാണ് താങ്കളുടെ താമസം? കുടുംബവിശേഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഈ ഒരു രംഗത്തേക്കുള്ള വഴികാട്ടി, പ്രചോദനം കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് എത്രമാത്രം സപ്പോർട്ടുണ്ട്? അതിൽ എൻ്റെ ഉപ്പ ഒരു റിട്ടയർഡ് സ്കൂൾ അധ്യാപകനാണ്. ഉമ്മ ഹൗസ് വൈഫാണ്. പിന്നെ വീട്ടിൽ വൈഫുണ്ട്. വൈഫിൻ്റെ പേര് ഫാത്തിമ ബിൻ. ഉപ്പയുടെ പേര് അബ്ദുൽ ബഷീർ. പിന്നെ മകനുണ്ട്, 3.5 വയസ്സായി. മകൻ്റെ പേര് ഫാസ് അബ്ദുള്ള. പിന്നെ അനിയനുണ്ട്. അനിയൻ ഇപ്പോൾ BRക്ക് പഠിക്കുകയാണ്. കോയമ്പത്തൂരാണ്, 4th year ആണ്. പിന്നെ ഉള്ളതൊരു സിസ്റ്റർ. ഉമ്മയുടെ പേര് ഫാത്തിമ സുഹറ. എല്ലാവരും സന്തോഷകരമായി ഇരിക്കുന്നു. ഇവിടെ തന്നെ മഞ്ചേരി തന്നെയാണ്? അതെ, മഞ്ചേരി തന്നെ. കുടുംബവിശേഷങ്ങൾ പറഞ്ഞു. ഇനി അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, നമുക്ക് ഈ രംഗത്തേക്കുള്ള ഒരു പ്രചോദനം, കുടുംബത്തിൻ്റെ സപ്പോർട്ട് എത്രമാത്രമുണ്ട്? അല്ല, ഞാനൊരു BTech സിവിൽ എഞ്ചിനീയറാണ്. എനിക്കൊരു ഈ രംഗത്തിനോടുള്ളൊരു പാഷൻ കൊണ്ടാണ് ഞാൻ ശരിക്കും ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻസിയിൽ എത്തിപ്പെട്ടത്. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളാണ് എല്ലാം പ്രധാനമായിട്ടും. അപ്പോൾ എഞ്ചിനീയറിങ് കഴിയാനാവുന്നൊരു 3rd year സമയത്ത് തന്നെ ആഗ്രഹിച്ചാണ് സ്വന്തമായിട്ടൊരു ഫേം വേണമെന്നുള്ളത്. അത് അച്ചീവ് ചെയ്യാൻ പറ്റി. അതിന് പഠിച്ചവനോട് നന്ദി പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും അതിൻ്റെ 100% എനിക്ക് സപ്പോർട്ട് തരുന്നത് എൻ്റെ ഫാദർ തന്നെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അത് വേണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതിന് വേണ്ടി എന്താണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. സാർ, ഇനി ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ ഒരുപാട് പേര് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സുകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ തന്നെയും കോൺസെപ്റ്റ് ഡിസൈനിങ് കമ്പനി എന്ന ഈ ഒരു വലിയ ബ്രാൻഡ് കമ്പനിയുടെ ഡയറക്ടറിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരിക്കും. ഇല്ല, ഏതൊരു വർക്കായാലും ഇപ്പോൾ കൊമേഴ്ഷ്യലായാലും റെസിഡൻഷ്യലായാലും ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഒരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോൾ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നൊരു പ്രധാന പ്രശ്നമാണ് പല വർക്കുകളും ഒരു ഹാഫ് സ്റ്റേജിൽ നിന്നിട്ടൊക്കെയാണ് ക്ലയൻറ്റുകൾ വരുന്നത്.
അതുവരെ സ്വന്തമായിട്ട് എടുത്ത് അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളുണ്ട്. അത് ശരിക്കും ഒരുപാട് കോസ്റ്റ് നമുക്ക് ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഏതൊരു ക്ലയൻറ്റ് ഏതൊരു പ്രൊജക്റ്റിന് മുതിരുമ്പോഴും പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം ഒരു ആർക്കിടെക്ചർ കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനറോ ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ആരാണെന്ന് വെച്ചാൽ അവരെ ശരിക്കും വഴികാട്ടാൻ പറ്റുന്ന ഒരാളെ ആദ്യം തന്നെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സർ, ഇത്രയും വിലപ്പെട്ട സമയം വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി സംവദിക്കുകയും വളരെ ആധികാരികമായി തന്നെ ആർക്കിടെക്ചറൽ കൺസൾട്ടിംഗ് രംഗത്തെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഒപ്പം കോൺസെപ്റ്റോ ഡിസൈനിങ് കമ്പനിയുടെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും താങ്കളുടെ ലൈഫും നമ്മൾ പങ്കുവച്ചു. ഇത്രയും വിലപ്പെട്ട സമയം നമ്മളുമായി ചിലവഴിച്ചതിൽ വിരുന്ന് ടീമിൻ്റെ ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.